അതെ മനുഷ്യ, നിങ്ങൾ എവിടെയാ? എവിടെ പോയി കിടക്കുക? അതെ, എത്ര നേരം ഞാൻ കിടന്ന് വിളിക്കാൻ തുടങ്ങിട്ട് ഞാൻ അറിഞ്ഞതേ ഇല്ല. തേങ്ങ ഒന്ന് പോയിച്ചുണ്ടോന്നേ. അയ്യോ, എനിക്ക് ഭയങ്കര തോള് വേദന, അതാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നത്. നീ ഒരു കാര്യം ചെയ്യാം, പിള്ളേരുടെ എങ്ങനെ പോയി പറ. പിള്ളേരൊന്നും ഇവിടെ ഇല്ല, അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞേ ഒന്ന് ചെയ്യ്, എനിക്ക് വേറെ കുറെ പണി കിടക്കുന്നു. എനിക്ക് കൈ വയ്യാതിരിക്കണെന്ന്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഇന്നിപ്പോ തേങ്ങ ഇല്ലാതെ എന്തെങ്കിലും ഒരു കറി വെക്കാം, അപ്പൊ സംഭവം പോയില്ലേ. തേങ്ങ ഇല്ലാത്ത കറി അല്ല, ഇതെന്താ ഈ പാക്കറ്റിനകത്ത്? ഇത് പിന്നെ മറ്റേ എന്താ മറ്റേ രാരിച്ചമ്പത്തിരി തന്നിട്ടോ കുഴമ്പ ഇവിടെ ഇടാനായിട്ട്. നിങ്ങൾ വൈദ്യരുടെ അടുത്തൊക്കെ പോയോ? ഓ, ഇത്ര വേദനയാണ് പിന്നെ എന്നോട് പറയാതിരുന്നേ? അത് പിന്നെ നീ പിന്നെ അടുക്കളയിൽ ജോലി തിരക്കൊക്കെ ആയിട്ട് പിന്നെ വെറുതെ വിഷമിപ്പിക്കണ്ടല്ലോ വിചാരിച്ചു മിണ്ടായിരുന്നതാ. ഈ നിങ്ങളൊരു കാര്യം ചെയ്യ്, ആ കുഴമ്പ് കൈ വയ്യാതിരിക്കുമ്പോഴാണ് തേങ്ങ പൊതിക്കണമെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തിനാ മനുഷ്യ ഇങ്ങനെ ചൂടാവുന്നേ? പിന്നെ കൈ വയ്യാതിരിക്കുമ്പോഴാണ് തേങ്ങ പൊതിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. ഉപകാരം ചെയ്യാന്ന് വിചാരിക്കുമ്പോ ഞാൻ എന്റെ സുമയോട് പറഞ്ഞോളാം. സുമേ, ആഹാ, ഇതാ നിങ്ങളുടെ കുഴമ്പല്ലേ? സ്ക്രൂ ഡ്രൈവർ വെച്ച് സ്ക്രൂ ഇരിട്ടാണോ കുഴമ്പ് തേക്കാൻ പോന്നേ? അത് പിന്നെ ഞാൻ തേങ്ങ പൊതിച്ചു തരാം. വേണ്ട, തേങ്ങ പൊതിക്കണ്ട. ഞാനേ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് സക്സസ് ആവണേ നിന്റെ അടുത്ത് പറയാന്നൊക്കെ വിചാരിച്ചു. എന്ത് പരീക്ഷണം? അല്ല, അത് സക്സസ് ആയാലല്ലേ നീ പറയാൻ പറ്റൂ, അതല്ലേ. വേണ്ട, നിങ്ങൾ പൊതിച്ചു തരണ്ടേ. നീ പെടങ്ങലല്ലേ ഇങ്ങോട്ടിട്ട് ഞാൻ പൊതിച്ചു തരാം. വേണ്ട, പൊതിക്കേണ്ടത് ഞാൻ തന്നില്ല. വേണ്ട, വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ ദൈവം ചെയ്തോളൂ. എന്ത് ചെയ്തോളൂ? എടാ, ഈ തേങ്ങ ഒന്ന് പൊതിച്ചാ. തേങ്ങ ഒന്ന് പൊതിച്ചു തരാൻ. ഒരു സെക്കൻഡ്. ഇന്നലെ എന്റെ ഷോൾഡറിന്റെ എൽബോ പൊട്ടിയായിരുന്നു. പറ്റത്തില്ല. ഇവിടെ നിന്റെ അച്ഛന്റെ അഭിനയം പാട്ട് കൊണ്ട് കഴിഞ്ഞു, അപ്പൊ മോൻ തുടങ്ങിയോ? മക്കളെ, ഈ നമ്പറൊക്കെ ഞാൻ ഇവിടെ അടിച്ചത് ഏക്കത്തില്ല. നീ പോയി തേങ്ങ പൊതിച്ചോളൂ. തേങ്ങ പൊതിച്ചതാടാ, ഇതിലൊക്കെ വെക്കണ്ടേ? എന്തോ പരീക്ഷണം നടത്താനായിട്ടുള്ള സാധനങ്ങളാ. എന്ത് പരീക്ഷണം? അതെ, ഈ സ്വിച്ച് ഇട്ടാ ലൈറ്റ് എത്തുന്ന ഒരു പരീക്ഷണം നടത്തുകയായിരുന്നു. ബാക്കിയോടത്തെല്ലാം ഊതിയായിരിക്കും കത്തിക്കുന്നത്. അച്ഛനല്ല കുഴപ്പമുണ്ടോ? ഇങ്ങനെ കുഴപ്പമല്ലേ ഉള്ളൂ. മതി രണ്ടും കൂടെ പൊങ്കാലിട്ടത്. എന്തായാലും കറണ്ട് ബില്ല് കൂടാൻ ചാൻസ് ഉണ്ടേ. എന്തോ? അല്ലല്ലോ, ഒന്നുമില്ല, ഞാൻ പറഞ്ഞു. മോനിത് പിടിച്ചേ, എടുക്ക്, പിടിക്ക്. ഇനി പോയി പൊതിച്ചിട്ട് വാ. അടുക്കളയിലോട്ട് കൊണ്ടുവരാൻ. എനിക്ക് തേങ്ങ പൊതിക്കാൻ അറിയത്തില്ലമ്മ. എന്നാ പഠിച്ചോ. ഉത്തമ, ശമ്പ ഓടി വേടാ. അടിപൊളി. എന്താ പൂവാ? എന്ത്? എടാ, ശാസ്ത്രലോകം അപ്പൂപ്പന്റെ പരീക്ഷണം കൊണ്ട് ഞെട്ടാൻ പോവാണ്. ഈ ശാസ്ത്രലോകം അല്ല, ഞങ്ങളാണ് ഞെട്ടി. എന്തുവാ കാര്യം? നീ തക്കടിക്കാതെ അവരൊക്കെ വിളിയടാ, പെട്ടെന്ന് വിളി. എന്തുവാ മനുഷ്യ, എന്തിനാ ഇങ്ങനെ കിടന്ന് അലറുന്നേ? അപ്പൊ ശാസ്ത്രലോകത്തിനെ ഞെട്ടിക്കാൻ നോക്കുന്നു. നോക്കിയോ കേട്ടോ, നോക്കിയോ. കണ്ടാ കത്തിയതുണ്ടാ? അതിന് കണ്ടാ ബൾബ് കത്തിയതുണ്ടാ? സംഭവം സ്വിച്ച് ഇട്ടോ ബൾബ് കത്തിയടാ. സ്വിച്ച് ഇടുമ്പോ പിന്നെ ബൾബ് കത്തുള്ളൂ. എടാ, അതല്ല, ഇതിൽ ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ്, അതായത് ഈ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഞാൻ ചില പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്തതാ. ഇതിലെ ഫീസായ ഏത് ബൾബ് ഇട്ടാലും കത്തും. ഫീസായ ബൾബ്? ഓ, നിനക്ക് അത്ര വിശ്വാസം വരുന്നില്ലേ? മകളേടാ, അതിന്റെ റൂമിന്റെ അകത്ത് മറ്റേ മേശപ്പുറത്ത് ഒരു ഫീസായ ബൾബ് ഇരിപ്പുണ്ട്, എടുത്തിട്ട് ഞാൻ എടുത്തിട്ട് നോക്കിയോ. തവണത്തെ നൊബേൽ സമ്മാനം അച്ഛന് കിട്ടുമമ്മ. നീ അച്ഛനെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്തെ എന്റെ വീടിന്റെ തട്ടുമ്പുറത്ത് ഒരു പഴയ റേഡിയോ ഉണ്ടായിരുന്നു അമ്മയുടെ. അത് കേടായി കിടക്കായിരുന്നു. ഇങ്ങനെ അത് പോയി എടുത്തോണ്ട് പോയി റിപ്പയർ ചെയ്ത് ശരിയാക്കിടാ. നിനക്കതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടാ? പിന്നെ മറക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് എന്ത് സന്തോഷമായി. പിന്നെ അല്ല, കൊള്ളാം. എനിക്കിതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ അറിയായിരുന്നതാ. അമ്മിനി ഇപ്പൊ അതൊക്കെ ഒന്നും ചെയ്യാത്തതാ, വിട്ടുപോയതാടാ, വിട്ടുകളഞ്ഞതാ. സൂക്ഷിച്ചേട്ടാ. നോക്കിക്കോ, പ്ലിങ് എന്ന് പറഞ്ഞ കത്ത് കേട്ടാ. പ്ലിങ് എന്ന് പറഞ്ഞ അവിടെ വീടില്. അതാണ്, നോക്കിക്കോ. എവിടെ? കത്ത് കത്ത് എന്താ നിക്കുന്നേ.
ആഹാ ചുമ്മാ നല്ല കത്താത്തത്. ഇപ്പൊ ശരിയാക്കി തരും. ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ കത്തുവേ. ആ സമാധാനമായല്ലോ. ഞാൻ നിങ്ങളോട് പണ്ടേ പറയാറുള്ളതല്ലേ മനുഷ്യ, ആദ്യം എല്ലാം ശരിയാക്കും എന്നിട്ട് അതെല്ലാം കേടാക്കുകയും ചെയ്യും. ഇങ്ങനെയൊരു കാര്യം ശരിയാകുന്നേ അത്. പിന്നെ റേഡിയോ ശരിയാക്കി നമ്മൾ പറഞ്ഞു. റേഡിയോ പറഞ്ഞില്ലേ? എടുത്ത് കത്തിക്കൊണ്ടിരുന്നാണല്ലോ. മക്കളെ അങ്ങോട്ട് മാറിയില്ല മക്കളെ. ശാസ്ത്രലോകം ഒരു ഞെട്ടിൽ നിന്ന് രക്ഷപ്പെട്ടല്ലേ അച്ഛൻ? കൂടുതൽ തగ్గടിക്കുന്നു വേണ്ടി ഇത് ഞാൻ ഇപ്പൊ കത്തിച്ച് കാണിച്ചു തന്നല്ലേ. അപ്പൊ കത്തിച്ചില്ല അച്ഛൻ? എടാ നീ ഇങ്ങനെ ചെയ്യല്ല കേട്ടാ. ഇല്ല ഇല്ല അച്ഛൻ. അത് എന്തോ ഒരു ടെക്നിക്കൽ ഫാൾട്ട്. കേട്ടോ മക്കളെ, ആവശ്യമില്ല വേറൊന്നും എടുത്ത് ഇങ്ങനെ കളിയല്ലേ. അത് പരീക്ഷണം ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും, സ്വാഭാവികം. അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സ്വഭാവം. പോയേ